എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീനിവാസന്റെ അരിയില് രാജേട്ടനും ജോസഫും ചെന്ന് നിൽക്കുവാണ്. പിന്നീട് ശ്രീനിവാസനോട് ചോദിച്ചു, അല്ല സാറേ, ശരിയാണോ വിക്രത്തിനെ അങ്ങനെ പറഞ്ഞു വിട്ടത്? ഇത്രയും കാലം സാറിനോടൊപ്പം ഉണ്ടായിട്ട് വിക്രത്തിനെ പെട്ടെന്ന് ഒരു നിമിഷം പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അത് വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസ് സാർ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, ആരാടോ അവനെ ഞാൻ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ്? ഒരിക്കലും ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് അവന്റെ ഭാവിയെ കരുതിയ അവന്റെ അച്ഛന്റെ മനസ്സ് ഞാൻ കാണുന്നു. കാരണം ഒരച്ഛൻ്റെ അവൻ്റെ മകനെ കുറിച്ചുള്ള ഒത്തിരി വേവലാതികളും കാര്യങ്ങളും കാണും. എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ അതേ വേദനയാണ് ഇപ്പം അവൻ്റെ അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എനിക്ക് അവനെ വേണ്ടാതില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജേട്ടൻ പറഞ്ഞു, അല്ല സാറേ, അവൻ നല്ല വിഷമത്തിലാന്ന് പറയാം. എനിക്കറിയാം, ഇത്രയും കാലം എൻ്റെ കൂടെ നടന്ന ശേഷം അവന് വിഷമം ഉണ്ടായി കാണുമായിരിക്കും. പെട്ടെന്നൊരു നിമിഷം അവനോട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ മാനസിക സ്ഥിതിയും കൂടെ കരുതണം. ആ അച്ഛൻ്റെ വിഷമം ഞാൻ കണ്ടില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കുമോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് കരുതിയിട്ട് ഞാൻ അവനെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അവനൊരു വേദനയും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാം. അവനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവനൊരു ആപത്തിലും ചെന്ന് ചാടാതെ ഈ ശ്രീനിവാസൻ നോക്കും എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. പിന്നീട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു പുള്ളിക്കാരൻ അവിടെ ഇപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അനുയായുള്ള ഒരാളാണ് ശ്രീനിവാസിൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശ്രീനിവാസ് സാറ് ആകെപ്പാട് ടെൻഷനില്ല. വിക്രത്തോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, ഈ വിക്രത്തിന് എന്തായാലും കൈവിട്ട് കളയാനായിട്ട് ശ്രീനിവാസ് സാർ ഉദ്ദേശിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അത് ശരിയാ, ഒന്നുമല്ലെങ്കിൽ ഇത്രയും വരെ എത്തിയതല്ലേ. ഇനിയിപ്പോൾ അവൻ യൂത്ത് വിങ്ങിൻ്റെ നേതാവൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ചാൽ കിട്ടില്ല. അത്ര നല്ല സെറ്റപ്പോടുകൂടി അവൻ മുന്നോട്ട് പോകത്തില്ലായിരുന്നോ? എന്താണെങ്കിലും ശ്രീനിവാസ് സാർ അങ്ങനെ കൈവിട്ട് കളയില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ എന്നൊക്കെ പറയണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ വിക്രത്തോട് രാജേട്ടൻ ജോസഫ് കൂടെ പറയുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടനോട് പറഞ്ഞ, അല്ലേലും എനിക്കറിയാം ശ്രീനിവാസ് സാർ എന്നെ കൈവിടില്ലെന്ന്. പിന്നെ എന്നിട്ടാ നീ ശോകം അടിച്ച് വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്? ഒന്ന് പോടാന്ന് പറയാം അവിടുന്ന്. അതെ, ഞാൻ ശ്രീനിവാസ് സാർ അങ്ങനെ ചെല്ലല്ല എന്ന് പറഞ്ഞാലും ഞാൻ ചെല്ലാതിരിക്കില്ല. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും. ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ എന്നെക്കൂടെ സാധിക്കില്ല എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് രാധ ഇറങ്ങുവാണ്. ദേ വരുന്നുണ്ട്, നിന്റെ ഉറക്കം കെടുത്താനും നിന്റെ ഇത് കേട്ടോ ഇപ്പോൾ സമാധാനം കെടുത്താനായിട്ടുള്ള ആൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ രാധ അങ്ങോട്ടേക്ക് വന്നു. രാധ വന്നിട്ട് വിക്രത്തിനോട് ചോദിച്ചു, എന്തൊക്കെയാ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കുടുംബക്ഷേത്രത്തിൽ പോന്നു, അവിടെ വെച്ച് താലി കെട്ടുന്നു, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോന്നു, എന്തൊക്കെയാ വിക്രയി കേൾക്കുന്നേ? അപ്പം എന്നോട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഫുള്ള് പച്ച കള്ളമായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല, അവളുമായിട്ടൊരു അടുപ്പമില്ല, ഇഷ്ടമില്ല, പ്രണയമില്ല എന്നൊക്കെ. എന്നിട്ടിപ്പോൾ അവളെ തോളത്താണല്ലോ വെച്ചുകൊണ്ട് നടക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാകത്തില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നല്ലേ, എന്നിട്ടാണ് നിങ്ങൾ ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും വിക്രം പറഞ്ഞു, അത് പിന്നെ രാധ, ഞാൻ വേണ്ട കൂടുതൽ പറയണ്ട, സത്യം പറ, നിങ്ങൾ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ കാണുമല്ലോ, നിങ്ങൾ അവരെ പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രത്തിൻ്റെ മനസ്സിലേക്ക് മാലതിയുടെ മുഖം ഓർമ്മ വരുവാണ്, രാധയുടെ അമ്മയുടെ മുഖം. വിക്രം കഴിഞ്ഞ ദിവസം വഴി കൂടെ പോണ സമയത്ത് അവർ മുന്നിലേക്ക് വന്നു. പിന്നീട് വിക്രത്തോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, മോനെ നിന്നോട് അപേക്ഷിക്കുമെന്ന് കരുതരുത്, ഒരമ്മയുടെ വേദന ഇത് നിനക്കറിയാലോ. എൻ്റെ മോൾക്കൊരു ജീവിതം കൊടുക്കാൻ നിന്നോട് ഞാൻ പറയണില്ല, കാരണം എനിക്കറിയാം നിൻ്റെ അവസ്ഥ എന്താന്ന്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, ദേ മാല ചേച്ചി, ഞാൻ ഒരിക്കലും രാധ അങ്ങനെ കണ്ടിട്ടില്ല. രാധയെ ഞാനൊരു പെങ്ങളെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്, എനിക്കറിയാം മോനെ. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല, അവൾ ചെറുപ്പം മുതൽ നിന്നെ മോഹിച്ചു പോയ പെണ്ണാ. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമമുണ്ട്. അവളുടെ വിഷമം കണ്ടുകഴിയുമ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവൾക്കൊരു ജീവിതം കൊടുത്തില്ലെങ്കിലും അവളെ നീ ഉപദ്രവിക്കില്ലെന്ന് പറയണം. ഉപദ്രവിക്കരുതെന്നോ? അതെ, നീ ആരെ വേണം കല്യാണം കഴിച്ചോ, സുഖമായിട്ട് ജീവിച്ചോ. നീ ഒരുത്തി കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അവളോടൊപ്പം സുഖമായിട്ട് ജീവിച്ച് കാണിക്കുക. അങ്ങനെയെങ്കിലും അവൾ ഒഴിഞ്ഞു പോട്ടെ. അത് മാത്രമല്ല, നിന്റെ മുന്നിൽ രാധ വരുവാണെങ്കിൽ നീ ഒരു കാര്യം പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ ഭാര്യയൊത്ത് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ജീവിതത്തിലെ വിലങ്ങതടിയായിട്ട് വരില്ല എന്ന് അവളോട് പറഞ്ഞേക്കണം. അത്രയെങ്കിലും ഒരു ഉപകാരം നിനക്ക് ചെയ്തു തരാൻ പറ്റില്ലേ? ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ട വരും. അവൾ ജീവിതാവസാനം വരെ ഇങ്ങനെ കല്യാണം കഴിക്കാതെ അവിടെ നിന്ന് പോകത്തുള്ളൂ. ഒരു പെറ്റമ്മയുടെ വേദനയാണ്, ഇതെങ്കിലും കാണാൻ പറയണം. അപ്പോൾ ഇത് പെട്ടെന്ന് വിക്രത്തിന് മനസ്സിലേക്ക് വരുവാണ്. അപ്പോൾ വിക്രത്തോട് രാധ ചോദിച്ചു, അല്ല എന്താ ആലോചിക്കണേ? ഇനി എന്ത് കള്ളത്തരം പറയാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കില്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾക്ക് അവളോട് പ്രണയമാണോന്ന് ചോദിക്കും. അതെ, പ്രണയമാണെന്ന് പറയണോ? ഒരു നിമിഷം രാധ എട്ടിപ്പോയി. ഇത്രയും ദിവസം നിന്നോട് ഞാൻ കള്ളത്തരം പറയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവളോട് പ്രേമമാണ്. അവൾക്ക് എന്നോടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവളെ പ്രേമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ നീ ഇല്ല. നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. നീ ഒന്ന് പോയി തരാവോ എന്ന് ചോദിക്കുകയാണ്.
ഒരു നിമിഷം രാധ വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. പിന്നീട് കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം രാജേട്ടൻ പറഞ്ഞു, എടാ ഇത് ഇത്ര കടന്നു കൈയായിപ്പോയി, എന്തേലും പറയണ എന്തെങ്കിൽ ഇങ്ങനെ മുഖത്തടിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു മയത്തിലൊക്കെ പറഞ്ഞു കൂടെയെന്ന് ചോദിക്കാം. എൻ്റെ രാജേട്ടാ, ഇതേ ഇവരന്മാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എത്ര വട്ടം ഞാൻ പറഞ്ഞു, പറയുന്ന ഒന്ന് മനസ്സിലാക്കണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അങ്ങനെ ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വേദ വരുന്നത്. വേദയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജോസഫ് പറഞ്ഞു, ഇതേ ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ആൾ വരുന്നുണ്ട്, നല്ല ഫോമിലാണല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടത് വിക്രം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ. വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ വന്നിട്ട് രാജേട്ടനോടും ജോസഫിനോടും ഒക്കെ കുശലാന്വേഷണമൊക്കെ നടത്തുവാണ്. പിന്നീട് രാജേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി ഈ വഴിക്കൊക്കെ? അത് പിന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ അധ്വാനിച്ച് മടുത്തിരിക്കുമല്ലേ, വർക്ക്ഷോപ്പിൽ കിടന്ന് മടുത്തിരിക്കണം, ജോലി ചെയ്ത് മടുക്കുന്ന സമയത്ത് ഞാൻ ആഹാരമായിട്ട് വന്നാന്ന് പറയണം. ഇത് കേട്ടത് വിക്രം വേദയെ നോക്കി. ഇത് സമയത്ത് വേദ എന്തിയുടെ കയ്യിലിരിക്കുന്ന കവറൊക്കെ അങ്ങോട്ട് വെക്കുവാണ്. ഇതിനകത്ത് എന്താന്ന് ചോദിക്കുകയാണ് ജോസഫ്. അതോ എൻ്റെ ഭർത്താവിനുള്ള ഫുഡുമായിട്ട് ഞാൻ വന്നാ? അല്ല നിങ്ങളൊക്കെ ആഹാരം കഴിച്ചെന്ന് വെക്കും. ഇല്ല, ആഹാരം കഴിക്കാൻ പോകാൻ തുടങ്ങുന്നുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇൻ്റർവെൽ സമയമൊന്നും ഇല്ലേ? ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ, വർക്ക്ഷോപ്പ് ഫീൽഡ് അല്ലേ, ചില സമയത്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നേരെ വേണം സമയം കിട്ടിയെന്നൊന്നും വരത്തില്ല എന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറയണം. എൻ്റെ ഭർത്താവിനുള്ള ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനും വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതെ ജോസഫേ എനിക്ക് ഒരു ഇല വെട്ടി തന്നിട്ട് പോ. വിക്രം ഇരുന്നുണ്ണട്ടേന്ന് പറയാണ്. അതിൻ്റെ ദ്വയാർത്ഥം വിക്രത്തിന് മനസ്സിലായി. ആ സമയത്ത് ജോസഫ് ഇല വെട്ടാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ ഇല വെട്ടാൻ പോയി നിൻ്റെ കൈ ഞാൻ വിട്ടു എന്ന് പറയണം. ഇതോടെ ജോസഫ് പറഞ്ഞു, എന്തിനും മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് പറയണം. ആ സമയം രാജേട്ടൻ പറഞ്ഞു, നമുക്ക് പോയേക്കാടാ. ദൈവമേ, കൈ എങ്ങാനും വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സ്പാനർ പിടിക്കാനുള്ളതാ, കൈ കാണത്തില്ല. അവർ വല്ല മിണ്ടിയും പറഞ്ഞേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം വേദ എന്ത് ചെയ്യാണ്, ചോറും കറിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാ ചോറും കറിയൊക്കെ എടുക്കണേ. വിക്രം ഇതെല്ലാം നോക്കിയും കണ്ടു ഇരിക്കുകയാണ്. പിന്നീട് വിക്രത്തോട് പറഞ്ഞ്, ഇതാ കഴിക്കാൻ പറയാണ്. കഴിക്കാൻ പറഞ്ഞങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം വേദ വെറുതെ പറഞ്ഞായിരുന്നു ഇല വെട്ടാനായിട്ട്. അങ്ങനെ പ്ലേറ്റിനകത്തേക്ക് ചോറും കറികളൊക്കെ എടുത്ത് വിക്രത്തിൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വിക്രം അത് മേടിച്ച് ഒറ്റ ഏറായിരുന്നു അങ്ങോട്ട്. ഒരു നിമിഷം വേദ ഞെട്ടിപ്പോയി. പിന്നീട് വേദ ഒന്നും മിണ്ടിയില്ല. വേദ എന്നിട്ട് ആ ചോറൊക്കെ ഇങ്ങോട്ട് വാരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ കൈ കഴുകി വന്നിരിക്കാറേ ഉള്ളൂ. ഇതെങ്ങ ഉണ്ടാക്കുന്നതിൻ്റെ വിഷമം നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു ദിവസം ചാക്ക് ചുമന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ എത്രമാത്രം മടുത്തു. അപ്പം ഇത്ര ഈ കണ്ട ആയുസ് അത്രയും നിങ്ങളുടെ അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുക. അപ്പം എത്ര മടുപ്പാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ കുട്ടികൾ, എത്രയോ ആൾക്കാർ തെരുവിക്കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ചോറ്, ഈ ചെളി പറഞ്ഞ ഈ ചോറിൻ്റെ മുഖം അല്ല, ഈ ചോറിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണും എന്നും പറഞ്ഞുകൊണ്ട് അതാ മുന്നിലേക്ക് വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്ര ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം നിങ്ങളുടെ അച്ഛൻ വേറെ പൊഴി കാണുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ശരിക്കും വീട്ടിൽ വന്നാലും ഇതേ ചോറ് തന്നെയല്ലേ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മുന്നിൽ വിളമ്പി വെക്കുന്നേ. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആഹാരമാണിത്. അത് കൂട്ടാൻ ഞാൻ എടുത്തുകൊണ്ട് വന്നേ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക്ഷോപ്പിൽ വന്ന് വെറുതെ ചൊറിയും കുത്തിരിക്കും. നിങ്ങൾക്കത് മനസ്സിലാവില്ല. മറ്റുള്ളവർ ജോലി ചെയ്യുന്ന സമയത്ത് അവരോട് സൊറ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഇതിൻ്റെ വില മനസ്സിലാകത്തില്ല. ഒരു നേരത്തെ അന്നത്തിൻ്റെ വില മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണമെന്ന് പറയണം. പിന്നീട് ആ ചോറെല്ലാം കൂടെ തിരിച്ചാൽ പാത്രത്തിനകത്തേക്ക് വെക്കുന്ന സമയത്ത് വിക്രം ചോദിച്ചു, ഇതെന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിലും വീടിൻ്റെ പിന്നാമ്പുറത്ത് കുറേ പട്ടിയും പൂച്ചയും കാക്കയും എല്ലാം വരുന്നുണ്ട്, അവർക്ക് വേണം. അവർക്കിതിന് വിലയുണ്ട്. പക്ഷെ നിങ്ങൾക്കല്ലേ വിലയില്ലാത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ തട്ടിക്കളഞ്ഞ അന്നമാണ്. എത്രയൊക്കെയെന്ന് പറഞ്ഞാലും എന്നോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നോട് തീർക്കാം. പക്ഷെ അത് ഈ അന്നം തട്ടിക്കളഞ്ഞോണ്ടാവരുത് എന്നും പറഞ്ഞിട്ട് വേദ ആ ചോറും എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. വിക്രം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ സമയം നന്ദിത മുറിയിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നന്ദിനി ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് വിനായകൻ ഒരു ചെറിയ പൊതിയൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. ഇതെന്ത് പറ്റി ഇവൾ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തോ പന്തിയെല്ലാം തോന്നല്ലോ എന്ന് പറയണം. പിന്നീട് വന്ന് നന്ദിനിന്ന് വിളിക്കണം. നന്ദിനി എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനി തിരിഞ്ഞു. നന്ദിനി പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. എന്ത്? അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളെയോ? നിനക്ക് എന്താ ഭ്രാന്തായെന്ന് ചോദിക്കുക. ഭ്രാന്ത് നിങ്ങളുടെ. ഈ സമയം വിനായകൻ പറഞ്ഞു, എന്താ കേക്കെന്ന് പറയണം. കേക്കെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച താഴേക്ക് ഒറ്റ എറിയാണ്. നിങ്ങളുടെ കേക്ക് ഞാൻ പറയുന്ന ആദ്യം കേൾക്കാൻ പറയണം. എന്ത് കേൾക്കണമെന്നാണ് പറയണേ? അതെ, അവൾ ആ വേദ കാരണം മനുഷ്യന് സ്വസ്ഥത നശിച്ചെന്ന് പറയണം. അതിനിപ്പോൾ വേദ എന്താ ചെയ്തേ? അവളല്ലേ നമ്മൾ ഒറ്റ കൊടുത്തേ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിന്നു. അവള് കാരണം അമ്മയുടെ മുന്നിൽ പോലും എനിക്കൊരു വിലയില്ലാതായി. അവൾ വരുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിൽ ഞാൻ ഹീറോ ആയിരുന്നു. ഇപ്പൊ വെറും സീറോ ആയി പോയില്ലെന്ന് ചോദിക്കാം. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നന്ദിനി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, പിന്നെ അവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിക്കണം എന്നൊക്കെ പറയണം.
ആ സമയം വിനായകൻ ഓർത്തു, ഇത് ചെറുതൊന്നുമല്ല, ഇത് മുഴുത്ത വട്ട് തന്നെയാ. നിന്നെ കുതിരവട്ടത്തിന് കൊണ്ടാകാൻ സമയമെന്ന് പറയണം. ആഹാ, അപ്പം നിങ്ങൾക്ക് ടൂറ് പോകുന്ന കാര്യമല്ലേന്ന് ചോദിക്കും. എൻ്റെ ദൈവമേ, ഇവൾക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാകത്തില്ലോ, ഇതുപോലൊരു പൊട്ടിക്കളിയായി പോയല്ലോ തൻ്റെ ഭാര്യ എന്ന് വിനായകൻ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, നന്ദിനി ഇപ്പോഴേ കൊണ്ടുപോവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിന്നെ ചികിത്സിച്ച് ഭേദമാക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, ഇതേ മനുഷ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്ടല്ലോ, പിന്നല്ലാതെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കോലം കെട്ടുന്നേ? നീ ആരെക്കുറിച്ചല്ല എന്തെങ്കിലും മനസ്സ് കയറ്റിയിട്ടുണ്ടേ അത് മാത്രം ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ടേ പ്രശ്നങ്ങളൊക്കെ. ഇതൊരു മാനസിക പ്രശ്നത്തിൻ്റെ തുടക്കം മാത്രമാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നന്ദിനി, നീ ഒന്ന് സമാധാനപ്പെട എന്നൊക്കെ പറയണം. പക്ഷെ അതൊന്നും കേട്ടിട്ട് നന്ദിനിക്കൊരു അടക്കമായില്ല. നന്ദിനി ആ പാടെ സമുദ്രം ഏറ്റുപോലെ ഭ്രാന്ത് പിടിച്ചോളം കിടന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.